അപ്പോൾ മീന മെൻഫെസ്റ്റിന് നമുക്ക് മെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ചെയ്യേണ്ടത് ഫ്രണ്ട് ഡെസ്കിലിരുന്ന് രജിസ്ട്രേഷൻ്റെ എല്ലാവരുടെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പ് ഫീ വാങ്ങാനായി മറക്കരുത്. എല്ലാവരും നല്ല തിരക്കിൽ കയറി വരുമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അവിടെ ക്രൗഡ് മാനേജ്മെൻ്റ് ഒക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് വളരെ ഇതായിട്ട് സ്ട്രിക്റ്റായിട്ട് മെമ്പർഷിപ്പ് ഫീ എല്ലാവരുടെ നിന്നും വാങ്ങിക്കണം നമുക്ക് കേട്ടോ. ശരിയാ ചേട്ടാ, നമ്മൾ കുറേ നേരമായില്ലേ മെൻഫെസ്റ്റിൻ്റെ സീരിയസ് ടോപ്പിക്. കുറച്ച് നമുക്കൊരു ബ്രേക്ക് എടുത്താലോ? ശരി, നമുക്ക് എടുക്കാമല്ലോ. നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ ഒക്കെ ഗെയിമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നോ? നമുക്ക് അതുപോലത്തെ ഒരു ഫൺ ഗെയിം കളിച്ചാലോ? ഇന്ന് ഒരു വെറൈറ്റി ഗെയിം കളിച്ചാലോ? അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ മെൻഫെസ്റ്റിൻ്റെ തീം നൊസ്റ്റാൾജിയ ആണല്ലോ. അത് താങ്ക്സ് ടു ശ്രീജ, അടിപൊളി ഐഡിയ ആയിരുന്നു. അപ്പോൾ നമുക്ക് നൊസ്റ്റാൾജിയയുടെ ഒരു തീമിൽ ഒരു ഗെയിം കളിച്ചാലോ? അടിപൊളിയല്ലേ ശ്രീജ? സസ്പെൻസ് വിളിച്ചാലോ? നമുക്കൊരു ട്രഷർ ബോക്സ് ഉണ്ട്. ആ ട്രഷർ ബോക്സിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും കുറേ ഓർമ്മകളുണ്ടല്ലോ, നമ്മുടെ കുട്ടിക്കാലത്തിലെ കാര്യങ്ങളും നമ്മൾ സ്കൂളിൽ പോയ കാര്യങ്ങളും. അതിനെല്ലാം എഴുതി നമ്മൾ ആ ട്രഷർ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് തുറന്ന് അത് വായിക്കുമ്പോൾ നിങ്ങൾ അതിൽ കാണുന്ന നിങ്ങൾക്ക് തോന്നുന്ന ഓർമ്മ പറയാം. അതാണ് നമ്മുടെ ഗെയിം. കേൾക്കാൻ രസമൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ ഗെയിം ഇപ്പം എന്താ ഉള്ളത്? അതുണ്ടല്ലോ, അതൊരു ട്വിസ്റ്റാണ്. നിങ്ങളിപ്പോൾ അതിലുള്ളത് പറഞ്ഞില്ലെങ്കിൽ നമ്മളൊരു ഡെയർ തരും അല്ലേ? നല്ല 8ന്റെ പണി. അപ്പോൾ ഓരോരുത്തരായിട്ട് തുടങ്ങിയാലോ? റെഡി? ഓക്കെ. ആദ്യത്തെ കാർഡ് ഞാൻ തന്നെ ഇങ്ങോട്ട് എടുത്താലോ? സെറ്റ്. ശരി. ഹോ, എനിക്ക് കിട്ടിയത് മഴ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഓർമ്മകളാണ്. സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള മഴ ഇങ്ങനെ പെയ്യുന്നു, ചെളിക്കൂടെ ആ 2 വാറ് ചെരുപ്പിട്ട് ഇങ്ങനെ നടക്കുന്നു. പിന്നെ വൈകുന്നേരം തിരിച്ചു വന്ന ഇങ്ങനെ സന്ധ്യാനേരത്ത് പരിപ്പുവടയും ജോൺസൺ മാഷിൻ്റെ പാട്ടും ചായയും ഒക്കെ കുടിച്ചു. ഓ, അതൊക്കെ ഒരു കാലം തന്നെയായിരുന്നു അല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലാര ചേച്ചി ഇങ്ങനെ ആ തൂവാനത്തുമ്പികളിലുള്ള ആ മഴ സീനും. മഴ എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് ഒരു മലയാളിക്ക്. എന്താണാവോ? ഓ, സിനിമ ഇതല്ലേ ഹൈലൈറ്റ്. ഞങ്ങളുടെയൊക്കെ സമയത്ത് നമ്മുടെ ഇൻ്റർവെൽ ടൈമിലൊക്കെ ഞങ്ങളുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് സിനിമാ കഥകൾ പറയില്ലാണ്. കോളേജിൽ അതെ, സ്കൂളിൽ മുതലതെ. പിന്നെ അവിടെ അധികം പറയാൻ സമയം കിട്ടാത്തതുകൊണ്ട് കോളേജിൽ അത് തന്നെയായിരുന്നു എപ്പോഴും. അപ്പോൾ ഇതാകുമ്പോഴത്തേനും വന്നിരുന്ന് കഥകൾ വളരെ വിശദമായിട്ട് സീൻ ബൈ സീൻ എല്ലാം ഓർത്തിരിക്കും. അങ്ങനെയായിരുന്നു കഥ പറഞ്ഞു. അതിൽ പറയുമ്പോൾ ഒരു സിനിമയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾ ടൈം ഫേവറേറ്റ് ആണ്. എൻ്റെ എന്നല്ല, എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആണ് മണിച്ചിത്രത്താഴ്. അതെന്ന് പറയുന്ന അത്രയും നാളെ എടുത്തിരിക്കുന്നതെന്ന് ഇത്രയും ഡിഫറെൻ്റ് ആയിട്ട്, അതും എല്ലാം മ്യൂസിക് അതെ, ഡിറക്ഷൻ അതെ, ആ കോമഡി സീൻസ് അതെ, എല്ലാം അത് ഒരു ഞങ്ങൾക്കൊക്കെ പോയി തിയേറ്ററിൽ പോയി കാണാനുള്ള ഭാഗ്യം. അപ്പൊ ചേച്ചി മനസ്സിലാണ് ഇറങ്ങിയ സമയത്ത് നേരിട്ട് തിയേറ്ററിൽ പോയി കണ്ടതാണോ? ഞങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കണ്ടതാണ്. അതിൽ അവിടെ ചെന്ന് അപ്പോൾ ആ നേരത്താണ് ഫസ്റ്റ് ഷോ കഴിഞ്ഞ് പോണവർ ശോഭന എന്നൊക്കെ വിളിച്ച് പറയുകയാണ്. കേൾക്കാത്ത പോലെ കയറി അകത്തോട്ട്. പക്ഷെ അതൊരു പ്രത്യേക ഫീലായിരുന്നു ആ സിനിമ കാണുന്നത്. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്രാവശ്യത്തെ മെൻഫെസ്റ്റിൽ നമ്മുടെ കേരള യുവജനോത്സവം, അതിന് നമ്മുടെ ഗ്രൂപ്പ് ഡാൻസിന്റെ തീം എന്താ? ഓ, അടിപൊളി. ഏത് പാട്ട്? രാമനാഥനുണ്ട്, നാഗവല്ലിയുണ്ട്, എല്ലാരും വരുന്നുണ്ട്. അടിപൊളി, വെരി ഗുഡ്. ശ്രീജ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ശ്രീജ നല്ല സമയത്ത് കുറെ കോമ്പറ്റീഷൻസിലും യുവജനോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതല്ലേ? നല്ല സമയത്ത്. അതെ, രാഹുലിനെ കേട്ടതിന്റെ മുന്നേ. അതെ, ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഓർമ്മയാണ് മീന. യുവജനോത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദികളും, വേദി 1 ഈ ഭരതനാട്യം, വേദി 2 കുച്ചിപ്പുടി, അങ്ങനെ ഓടി നടക്കലും അതിൻ്റെ റിഹേഴ്സൽ, പ്രാക്ടീസ്, ഗ്രൂപ്പ് ഡാൻസും, ഓർക്കസ്ട്ര, മ്യൂസിക് എല്ലാം കൂടെ അവസാനം കലാതിലകം, പ്രതിഭ, ട്രോഫി. അതൊക്കെ ഒരു കാലം. പേരൻസ് ഒക്കെ അപ്പൊ അടി ഉണ്ടാക്കുന്നൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? പിന്നല്ലേ, അടി ഉണ്ടാക്കല്, കരച്ചില് എല്ലാം ഉണ്ട്. ഉത്സവം പോലെ ആയിരിക്കും അല്ലേ ശരിക്കും അല്ലേ? അതൊരു കാലം തന്നെ. അതിന് വേണ്ടിയിട്ടാണ് ഓരോ വർഷം എന്താ പറയാ, സ്കൂളിൽ ചേരുന്നു, എപ്പോഴാണ് യുവജനോത്സവം തുടങ്ങുന്നതെന്ന് പറഞ്ഞ് കാത്തിരിക്കും. അതെ, അതിന്റെ ഇടയ്ക്ക് ക്ലാസ്സിലും കയറണ്ട. മായാവി, അതൊരു അടിപൊളി പടമായിരുന്നു കേട്ടോ.
സ്രാങ്കും നമ്മുടെ മമ്മൂട്ടിയുടെ ഓ ബാലനിമേലെ മായാവി, ലുട്ടാപ്പി മായാവി. ആ ഫ്ലോ അങ്ങ് പോയി. മായാവി മായാവി എന്ന് പറയുമ്പോൾ നമ്മളെ പണ്ട് ബാലരമ പറഞ്ഞാൽ കാത്തിരിക്കും 2 ആഴ്ച. ഇത് പണ്ട് മായാവിയുടെ മരുന്ന് മുടിയൊക്കെ ഉണ്ടായിരുന്നു തലേ പറഞ്ഞ കാര്യം. ഇപ്പൊ ലുട്ടാപ്പിയുടെ മാരേ പോയി. അതായത് നമ്മള് ബാലരമ ഇട്ടൊരു കളിയില്ല, ഫുൾ ബാലരമ. പൂമ്പാറ്റം മാത്രം വായിച്ചിട്ടില്ല കേട്ടോ. ബാലരമ മാസത്തിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം 2 ആഴ്ച കൂടുമ്പോ ആ ഒരു കഥ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഇങ്ങനെ കാത്തിരിക്കണം. സൂപ്പർ കാലമായിരുന്നു കേട്ടോ. ഒരേ സാധനം 4-5 വട്ടം വായിച്ചിട്ടാണ് അടുത്ത ആഴ്ചക്ക് കാത്തിരിക്കുക. സൂപ്പർ. അടുത്താരാ? അടുത്തത് ജോട്ടി അല്ലേ? ജോട്ടി എടുക്കട്ടെ. എനിക്ക് കിട്ടിയ റെസിഡൻസ് അസോസിയേഷൻ. കൊള്ളാം, അടിപൊളി. റെസിഡൻസ് അസോസിയേഷൻ നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെ കൂടി ഒരു ക്ലബ്ബ് പോലെ ഫോം ചെയ്ത് ഇപ്പം ക്രിസ്മസോ ന്യൂ ഇയറോ ഒക്കെ ആയി കഴിയുമ്പം കരോള് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ വീട്ടിലൊക്കെ കയറി ചുമ്മാ ഓരോ പാട്ടുമൊക്കെ തട്ടിക്കൂട്ടി പാടി 5 രൂപ 10 രൂപ വാങ്ങിക്കുക. ഇതെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ക്രിക്കറ്റ് കളിക്കാനും ഉള്ള ബാറ്റും ബോളും വാങ്ങിക്കുക. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് നടത്തുന്നത്. അതെ, ഡാൻസിനില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഡാൻസ് പഠിച്ചത്. പ്രസിഡന്റ് ആയതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുതരാം. ടെലിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ ആകെ കൂടി ഒറ്റൊരു ചാനലാണുള്ളത്. അതുകൊണ്ട് വീട്ടിൽ TV ഒന്നുമില്ല. അപ്പം നമ്മൾ ഒരു അയൽക്കാരൻ്റെ വീടുണ്ട്, അവിടെ പോയി ഇപ്പോൾ പിന്നെ ഈ സൺഡേ വൈകുന്നേരം ഉള്ളൊരു മൂവി ഉണ്ട്. പിന്നെ തേഴ്സ്ഡേ 4 മണിക്ക് അത് കഴിഞ്ഞിട്ട് മറ്റേ ജംഗിൾ ബുക്ക് ഉണ്ട്, അത് വരും. എൻ്റെ ഫേവറേറ്റ് അതൊന്നായിരുന്നില്ല. നമ്മൾ വ്യാഴാഴ്ച 8 മണിക്ക് അല്ലെ 7 മണിക്കോ ചിത്രഗീതം വരും. അതെ, അപ്പൊ നമ്മളിങ്ങനെ അതുവരെയൊക്കെ റേഡിയോയിൽ മാത്രമല്ലേ പാട്ട് കേൾക്കുന്നുള്ളൂ. ഈ DD വന്ന അത് TV വന്ന ശേഷമാണ് മറ്റേ ആൻഡ്രിയ കിട്ടത്തില്ല, ഇങ്ങനെ തിരിച്ച് ബാലൻസ് ഒക്കെ ചെയ്ത് വെച്ച്. പിന്നെ കുറെ എന്തൊക്കെയോ ചാനൽ വന്നില്ല ആ സമയത്ത്, ആകെ ഒരു ദൂരദർശൻ മാത്രം. പിന്നെ MTV വന്നു, പല ഏഷ്യാനെറ്റ് എന്തൊക്കെയോ ചാനലൊക്കെ വന്നു. MTV ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടായിരിക്കും. ആദ്യം ശരിക്കും ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അതെ, ക്രിക്കറ്റ് കളി കാണുന്ന ഓയ്യാ അത് മറന്നു. അതെ, പണ്ട് അതാണ് ക്രിക്കറ്റ് നമ്മൾ കണ്ടത്തിലേക്ക് പോയി കളിക്കുമായിരുന്നു. പിന്നെ കളി കാണണമെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനൊക്കെ കളി വരുമ്പോൾ നമ്മൾ ടിവിയുടെ ഫ്രണ്ട് തന്നെ ആയിരിക്കും ഫുൾ ടൈം. അതെ, ഫുൾ അതിന്റെ മുന്നിൽ മാറാതെ ഇരുന്ന് അവസാനത്തെ ബൗണ്ടറി അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് ഇങ്ങനെ. പറഞ്ഞല്ലോ, നമ്മൾ മറ്റേ വീട്ടിൽ പോയിട്ടാ കാണാം. അവരെ നമ്മള് ഇങ്ങനെ ഇപ്പം പോകുന്നില്ലേ എന്ന് വെച്ച് കാത്തിരിക്കും. നമ്മളവിടെ തന്നെ ഇരിക്കും. പ്രത്യേകിച്ച് 96 വേൾഡ് കപ്പ് ജയസൂര്യ നമ്മളെല്ലാരും കരയിച്ച. അതെ, പൊട്ടിക്കരഞ്ഞു പോയി ഞാൻ. നമ്മള് ജയസൂര്യയുടെ ബാറ്റിൽ സ്പ്രിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നടന്ന കാലം. അതെ, നമ്മളാരും ഇല്ല നീതും എടുത്തില്ലല്ലോ, ഇനി നീതും എടുക്കുക. അതെ, ഫുൾ ഗെയിമും കൂടെ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് ഒളിപ്പിച്ചു വെച്ചു അല്ലേ. കുഞ്ചാക്കോബൻ ഈ ചിരിയിലെല്ലാം ഉണ്ട് അല്ലേ. കുഞ്ചാക്കോബനെ പറ്റി ഇപ്പൊ എന്താ പറയാ, എന്റെ അമ്മ ഇതുപോലെ ലോഞ്ച് ചെയ്ത ഒരു ഹീറോ വേറെ ഉണ്ടാവും എനിക്ക് തോന്നണ്ട. ഞാനൊക്കെ പ്രൈമറി സ്കൂളിലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാ പോലും ആ ഒരു അനിയത്തിപ്രാവിലെ ആ പാട്ടും എന്നുവെച്ചാ മുന്നേ ഇപ്പൊ പഴയ വിനീതൊക്കെ ഡാൻസ് കളിക്കുന്ന ആളുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സ്റ്റൈല് ഡാൻസും ഒരു ലുക്കൊക്കെ ആയിട്ട് വേറൊരു അടിപൊളിയാണ്. എന്നാലും അതിപ്പോ മമ്മൂക്കയുടെ ആക്ഷനും മോശമൊന്നുമല്ല. എന്നാലും നാട്ടിലൊക്കെ ഇപ്പൊ എന്റെ കസിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ അവിടെ ഞാൻ നോക്കുമ്പോൾ കസിൻ ഏട്ടന്റെ അടുത്ത് പോലും കുഞ്ചാക്കോ ബോബന്റെ പടമുള്ള നോട്ട്ബുക്ക് ഇല്ല. കുഞ്ചാക്കോ വന്നപ്പോ മൊത്തം ഡാൻസിന്റെ എല്ലാം ഒന്ന് മാറി. അതെ അതെ, ശരിക്കും അതൊരു ടൈം തന്നെയായിരുന്നു. ശരിക്കും മുടിയൊക്കെ വെപ്പ, എന്നാലും അസൂയക്കും കഷണ്ടിക്കും മരുന്ന് കണ്ടുപിടിക്കായിരിക്കും. പിന്നെ രാത്രി ജയ് ഹനുമാൻ ഇതൊക്കെ കണ്ടിട്ടല്ലേ നമ്മൾ എന്തെങ്കിലും എന്താ ഇപ്പൊ ഗീതയൊന്നും വായിക്കാത്തവർക്ക് വിവരം വെക്കണുള്ളൂ. അതെ, നമ്മളെ കുറെ നല്ല പഴയ കഥകളൊക്കെ പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല. പക്ഷെ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. നമുക്ക് പരിപാടി പ്ലാൻ ചെയ്യണ്ടേ? നമ്മുടെ കലാശക്കൂട്ട് ഇനി നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ കലാശക്കൂട്ട് പ്ലാൻ ചെയ്യണ്ടേ? പോയാലോ? വിടാം.